ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്ന ലാബിൻ്റെ 4 വ്യത്യസ്ത വെർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ലാബ് പരീക്ഷയ്ക്ക് ചോദിച്ച തരത്തിലുള്ളതും പുതിയ രീതിയിലുള്ളതുമായ ഏതാനും ചോദ്യങ്ങളടങ്ങിയ ഒരു ലാബ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഈ ജനുവരി മാസം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. 4 വ്യത്യസ്ത വെർഷനിലുള്ളതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കോഡ് AA. ഇവിടെ തന്നിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. കൂടാതെ ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഗ്രാഫ് വരച്ചതിന് ശേഷം ഏത് ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ്, ഏതിലാണ് ഡിക്രീസിംഗ് എന്ന് ആ ഇൻ്റർവെൽ കാണാനാണ് ചോദ്യം. നമുക്ക് പുതിയൊരു വിൻഡോ, ജിയോജിബ്ര വിൻഡോ എടുത്തതിൻ്റെ ശേഷം ഈ കർവ് ഒന്ന് എൻ്റർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1, എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1, എക്സ് ക്യൂബ്. ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1. ഈ ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. ഇതിലിനി ചോദ്യം പറയുന്നത് ഏത് ഭാഗത്താണ് ഇൻക്രീസിങ്, ഏത് ഭാഗത്താണ് ഡിക്രീസിങ് എന്നാണ്. നമുക്കിവിടെ ഈ ഫംഗ്ഷൻ, അതായത് -1, 3 എന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ ട്വിസ്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു കർവ് വരുന്നത്. തുടർന്ന് -1 ശേഷം 1 വരെ വരുന്ന ഭാഗത്താണ് ഈ ഫംഗ്ഷൻ്റെ ഡിക്രീസിങ് ഭാഗം. സ്ലോപ്പ് നെഗറ്റീവാണ് എന്നർത്ഥം. അതുപോലെ 1 മുതൽ ഈ കർവ് വീണ്ടും മുകളിലോട്ടാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ -1 എന്ന പോയിൻ്റ് വരെ മുകളിലോട്ടും -1 ശേഷം +1 വരെ താഴോട്ടും 1 മുതൽ വീണ്ടും ഇൻഫിനിറ്റി വരെ മുകളിലോട്ടുമാണ് ഈ കർവ് പോകുന്നത്. എക്സ് പോസിറ്റീവ് വാല്യൂ, എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്കിത് ഇങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഇൻസ്പെക്ടറും കൂടി ഒന്ന് പരിശോധിക്കാം. നിർബന്ധമല്ല ഇതൊന്നും. ഇതിൽ ഈ കർവിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ടത് ഈ പോയിൻ്റ് -1, 3 തന്നെ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് -2 മുതൽ 0 വരെ ഭാഗത്ത് വരുന്നതിൻ്റെ മാക്സിമം വാല്യൂ ഒന്ന് നോക്കിയാൽ മതി. -1 മുതൽ -2 മുതൽ 0 വരെ, -2 മുതൽ 0 വരുന്ന ഭാഗത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? അതായത് -1, 3 എന്ന പോയിൻ്റാണ് മാക്സിമം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് കൃത്യമായ പോയിൻ്റ്. ഇനി ഈ കർവിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇത് എത്രയാണ് പോയിൻ്റ്? കൃത്യം -1, 1 തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 0 മുതൽ 2 വരെ ടെസ്റ്റ് ചെയ്താൽ മതി. 0 മുതൽ 2 വരെ ഒന്ന് എൻ്റർ അടിച്ചാൽ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന വാല്യൂ മിനിമമാണ് ഇവിടെ നോക്കേണ്ടത്. 1, -1 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് തന്നെയാണ്, നേരത്തെ നാം സൂചിപ്പിച്ച പോയിൻ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് -∞ -1 എന്ന ഓപ്പൺ ഇൻ്റർവെല്ലിലും 1, എന്ന ഓപ്പൺ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്നും -1 മുതൽ +1 വരെ വരുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ് എന്നതുമാണ് ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്ന് പുതിയ ഒരു പേജിൽ എഴുതിയതിന് ശേഷം 1 എന്ന് എഴുതിയതിൻ്റെ ശേഷം എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ് ഓൺ -∞ -1 ആൻഡ് 1 ഡിക്രീസിംഗ് ഓൺ -1 1 എന്നെഴുതിയാൽ ഈ ചോദ്യത്തിൻ്റെ ആൻസറായി. തുടർന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്ലെറ്റ്. ഇവിടെ കൂടാതെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പഴയ ഫംഗ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒന്നുകിൽ പുതിയൊരു വിൻഡോ എടുക്കുക, അല്ലെങ്കിൽ പഴയത് ഡിലീറ്റ് ചെയ്താലും മതിയായിരിക്കും. 0.01 കൊടുക്കാം, അല്ലെങ്കിൽ 0.1 കൊടുക്കാം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. തുടർന്ന് ചെയ്യാനുള്ളത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, x² - 6x + 1.
ഇതേ രീതിയിലുള്ള ഫങ്ഷൻ കിട്ടിയാൽ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് സാധ്യമാവില്ല. പവർ ഒന്ന് വേണ്ട രീതിയിൽ ഒന്ന് ക്രമീകരിക്കുക മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കൂടുതൽ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 1, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 1. തുടർന്ന് പറയുന്നത് എ എന്ന പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം. എ കോമ എഫ് ഓഫ് എ, എ കോമ എഫ് ഓഫ് എ, സ്മോൾ ലെറ്റർ എ കോമ എഫ് ഓഫ് സ്മോൾ ലെറ്റർ എ. എ ആണ് നമ്മുടെ സ്ലൈഡർ. എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു ഫങ്ഷൻ എൻ്റർ ചെയ്തു, സ്ലൈഡർ കണ്ടെത്തി, എ എന്ന പോയിൻ്റ്. ഡ്രോ ദ ടാൻജൻറ്റ് ടു ദ കർവ് ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. ഒരു ടാൻജൻറ്റ് വരയ്ക്കാനുണ്ട്. നമുക്കറിയാം ടാൻജൻറ്റ് ടൂള് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കണ്ടെത്താം. ടാൻജൻറ്റ്, ടാൻജൻറ്റ് എന്നുള്ളത് ടാൻജൻറ്റ്. എങ്ങനെയാണ് ടാൻജൻറ്റ് വരയ്ക്കുന്നത് എന്ന് ഇവിടെ നോക്കാം. ടാൻജൻറ്റ്, സെലക്ട് പോയിൻ്റ് ഓർ ലൈൻ ദെൻ സർക്കിൾ കോണിക് ഓർ ഫങ്ഷൻ. അതായത് ഇവിടെ വരയ്ക്കേണ്ടത് എ എന്ന പോയിൻറ്റിലും ആ കർവിനും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഇവിടെ y = -4x എന്ന് കിട്ടും. തുടർന്ന് ഇതിൻ്റെ സ്ലോപ്പ് കൂടി കാണേണ്ടതുണ്ട്. സ്ലോപ്പ് കാണാൻ സ്ലോപ്പിൻ്റെ ടൂളിൽ നിന്ന് സ്ലോപ്പ്, ഇതാ സ്ലോപ്പ്. ഈ സ്ലോപ്പ് കാണാൻ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. ലൈനിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. ടാൻജൻറ്റിൻ്റെ എല്ലായിടത്തും ഒരേ സ്ലോപ്പാണ്, അതുകൊണ്ട് എവിടെ ടച്ച് ചെയ്താലും ഒരേ സ്ലോപ്പായിരിക്കും എന്നർത്ഥം. സ്ലോപ്പ് m = -4. അത് ഓൾജിബ്രൈക് വ്യൂയിലും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫങ്ഷൻ എൻ്റർ ചെയ്തു, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു, പോയിൻ്റ് പ്ലോട്ട് ചെയ്തു, ടാൻജൻറ്റ് വരച്ചു, സ്ലോപ്പ് കണ്ടു. ഇനി ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഏത് ഇൻ്റർവെല്ലിലാണ് സ്ലോപ്പ് പോസിറ്റീവ് എന്നും എവിടെയാണ് നെഗറ്റീവ് എന്നുമാണ് ആ ഇൻ്റർവെല്ലാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. നമുക്കതിന് വേണ്ടിയിട്ട് ഈ സ്ലൈഡർ ഒന്ന് നോക്കാം. ഇപ്പോഴുള്ള സ്ലോപ്പ്, അതായത് ഇപ്പോഴെല്ലാം സ്ലോപ്പ് നെഗറ്റീവാണ് എന്ന് ഓൾജിബ്രൈക് വ്യൂയിൽ നോക്കാം. സ്ലോപ്പ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. ഏത് ഭാഗം മുതലാണ് പോസിറ്റീവ് വരുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നെഗറ്റീവിൽ നിന്ന് 0യിലേക്ക് മാറുന്നത് എന്ന് നാം കണ്ടെത്തുന്നു. സ്ലോപ്പ് കുറഞ്ഞു വരികയാണ്, വീണ്ടും കുറയുന്നു. ആ വരുന്ന സമയത്തുള്ള വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. 2.31 ആയപ്പോഴും സ്ലോപ്പ് നെഗറ്റീവാണ്, വീണ്ടും സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് കുറഞ്ഞു വരുന്നു, സ്ലോപ്പ് വീണ്ടും കുറഞ്ഞു വരുന്നു. സ്ലോപ്പ് ഇതാ പോയിൻ്റ് മൈനസ് വീണ്ടും നെഗറ്റീവാണ്. പോയിൻ്റ് ഇവിടെ 0 വന്നു. 0 വന്ന സമയത്ത് എയുടെ വാല്യൂ 3 ആണ്. എയുടെ വാല്യൂ 3 എന്ന് പറഞ്ഞാൽ അർത്ഥം, അതായത് 3, -8. ഫിഗർ നോക്കിയാൽ നമുക്കറിയാം 3, -8. ഈ പോയിൻ്റിലാണ് സ്ലോപ്പ് 0 വരുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം -∞ മുതൽ 3 വരെ സ്ലോപ്പ് നെഗറ്റീവാണ് എന്നും തുടർന്ന് 3 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് പോസിറ്റീവാണെന്നും നമുക്ക് കാണാം. നമുക്ക് വീണ്ടും സ്ലൈഡർ സ്ലോപ്പ് വീണ്ടും പോസിറ്റീവാണ്, വീണ്ടും പോസിറ്റീവാണ്. ഫിഗർ പ്രകാരവും നമുക്ക് മനസ്സിലാക്കാം സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ഓൺ -∞ 3 എന്നും പോസിറ്റീവ് ഓൺ 3, എന്നുമാണ് ഈ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് എഴുതാനുള്ളത്. എഡിറ്റ് ദ ഫംഗ്ഷൻ f of x = x³ + 3x² x³ + x² + 4x + 2. ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ f of x ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. എഡിറ്റ് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ആ ഫങ്ഷൻ്റെ x³ എൻ്റർ ചെയ്യുമ്പോഴും x² എൻ്റർ ചെയ്യുമ്പോഴും ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയാൽ മതിയായിരിക്കും. ഇപ്പോൾ നമുക്ക് കർവ് വീണ്ടും കിട്ടി. x³ + x² + 4x + 2. ഇതാണ് നമ്മുടെ കർവ്.
ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എഡിറ്റ് ചെയ്തത്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്, വാട്ട് ഡസ് ഇറ്റ് ഇൻഫർ? നോക്കൂ, ഇവിടെ സ്ലോപ്പ്, ഈ ടാൻജൻറ്റിൻ്റെ പ്രത്യേകത ഇതാ. സ്ലോപ്പും കൂടി ഒന്ന് നമുക്ക് നോക്കാം. സ്ലൈഡർ വെച്ചൊന്ന് നീക്കുമ്പോൾ സ്ലോപ്പ് ഇപ്പോൾ 60.09 ഇപ്പോഴും സ്ലോപ്പ് പോസിറ്റീവാണ്. ഇപ്പോഴും സ്ലോപ്പ് പോസിറ്റീവായി തുടരുന്നു. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എ ഇൻക്രീസ് ചെയ്യുമ്പോഴും സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. നെഗറ്റീവ് ആകുമോ എന്ന് നോക്കാം. ഇത് 4.24 വീണ്ടും സ്ലോപ്പ് കുറയുന്നു. സ്ലോപ്പ് കുറയുന്നു. സ്ലോപ്പ് കുറയാണ്, വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേള കുറഞ്ഞു, വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സ്ലോപ്പ് ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല. എല്ലായ്പ്പോഴും സ്ലോപ്പ് പോസിറ്റീവാണ്. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇതാണ് അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യത്തിനായിട്ട് നാം എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ എഫ് ഡാഷ് എക്സ് കാണണം. ഡെറിവേറ്റീവ് മുഖേന എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഡിക്രീസിങ് അല്ലെങ്കിൽ ഏത് ഇൻ്റർവെല്ലിലാണ് എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. പുതിയൊരു വിൻഡോ എടുത്തിട്ടാണ് നാം ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ്. 2x³ ആണ്. ആ x³ വേണ്ട രീതിയിൽ മാറ്റം വരുത്തുന്നു. ദെൻ വീണ്ടും x² ഇതേ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയായിരിക്കും. എൻ്റർ ചെയ്തപ്പോൾ 2x³ -3x² -5x എന്ന കർവാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ്, ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഡെറിവേറ്റീവ് കാണാൻ ഇൻപുട്ട് ബാറിൽ DER, ഫംഗ്ഷൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, എഫ് ആണ്. എൻ്റർ ചെയ്താൽ നമുക്കതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ലഭിച്ചു. ഈ റെഡ് കളറിലുള്ളതാണ് ഡെറിവേറ്റീവ്. ഇനി ഏത് ഇൻ്റർവെൽ മുഖേനയാണ് ഇൻക്രീസിങ്, ഡിക്രീസിങ് എന്ന് കാണുന്നതിന് വേണ്ടി ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ് ഒന്ന് കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ടൂളിൽ കർവിൻ്റെ മുകളിലും എക്സ് ആക്സിസിൻ്റെ മുകളിലും ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് പോയിൻ്റ് ലഭിച്ചിട്ടുണ്ട്. ആ പോയിൻ്റ് ഒന്നുകിൽ നേരിട്ട് ഇവിടെ നിന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ, അതേപോലെ ബിയുടെയും കോർഡിനേറ്റ്സ് ലഭിക്കാൻ നെയിം ആൻഡ് വാല്യൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റുമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. എ എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് -0.54, അതുപോലെ തന്നെ 1.54 ഇതാണ് ഈ പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് -∞ മുതൽ -0.54 വരെയുള്ള ഭാഗത്ത് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എബവ് എക്സ് ആക്സിസ് ആണ്. അതുപോലെ തന്നെ 1.54 ശേഷം ഇൻഫിനിറ്റി വരെ ഡെറിവേറ്റീവ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എബവ് എക്സ് ആക്സിസ് ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ -0.54 മുതൽ 1.54 വരെയുള്ള ഈ ഭാഗത്ത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ബിലോ എക്സ് ആക്സിസ് ആണ്. അതായത് എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. -∞ മുതൽ -0.54 വരെയും 1.54 മുതൽ ഇൻഫിനിറ്റി വരെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്നർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ -0.54 മുതൽ 1.54 വരെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് ബിലോ എക്സ് ആക്സിസ് ആണ്. അതായത് നെഗറ്റീവാണ് എന്നർത്ഥം. നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്ങുമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് -∞, -0.54 എന്ന ഇൻ്റർവെല്ലിലും 1.54, എന്നീ 2 ഓപ്പൺ ഇൻ്റർവെല്ലിലും എഫ് ഡാഷ് എക്സ് എബവ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്ന് കാണാം. അതേപോലെ തന്നെ -0.54 മുതൽ 1.54 എന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. നമുക്കിനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം,
ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ആ എഫ് ഓഫ് എക്സ് ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ് ഡിക്രീസിങ്? ഇവിടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഏത് ഇൻ്റർവെൽ എന്ന് പറയാത്തത് കൊണ്ട് 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെല്ലിലാണ് നാം പരിശോധിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഗ്രാഫിക്സിൽ പോയിട്ട് എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2 ആക്കാനും കൂടിയുണ്ട്. നമ്മളതും ഇവിടെ മാറ്റങ്ങൾ വരുത്തുകയാണ്. ആദ്യം ആക്സിസ്, ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ്, ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് π/2. വേണമെങ്കിൽ നമുക്ക് π/2 ആണെങ്കിലും π/4 ആക്കുന്നതിൽ വിരോധമില്ല. കുറച്ചും കൂടി ക്ലാരിറ്റി ആയ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ കർവാണ് എൻ്റർ ചെയ്തത്. ഇതിൽ 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെല്ലിലാണ് നാം പരിശോധിക്കുന്നത്. 0 മുതൽ 2π വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ഭാഗത്ത് എവിടെയാണ് ഇൻക്രീസിങ്, എവിടെയാണ് ഡിക്രീസിങ്? നമുക്കറിയാം, ഇതേവരെ ചെയ്ത ഭാഗത്തിൽ നിന്ന് ഈ പോയിൻ്റ് വരെ, അതായത് 0 മുതൽ π/4 വരെ ഇൻക്രീസിങ് ആണെന്ന് കാണാം. 5π/4 മുതൽ 2π വരെ ഇൻക്രീസിങ് ആണെന്ന് കാണാം. π/4 മുതൽ 5π/4 വരെയും ഇൻക്രീസിങ് ആണെന്ന് കാണാം. ഇത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കർവിനെ ഒന്ന് നോക്കാം. 0 മുതൽ π/2 വരെ ടെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. 0 മുതൽ π/2 pi/2 എൻ്റർ ചെയ്താൽ അവിടെ നമുക്കറിയാം, ഇതാ മാക്സിമം വാല്യൂ π/4 വരുന്ന സമയത്താണ് 1.41. 0.7854 എന്ന് പറഞ്ഞാൽ π/4ൻ്റെ വാല്യൂ ആണ്. 3.14/4 ആണ് 0.7854. അത് നമുക്ക് π/4 എന്ന് പറയാം. അതേ രീതിയിൽ തന്നെ ഇവിടെയാണ് ഏറ്റവും ചെറിയ വാല്യൂ എന്നും ഇതേ രീതിയിൽ π മുതൽ 3π/2 വരെ ടെസ്റ്റ് ചെയ്താൽ മതി. pi മുതൽ പിന്നെ 3π/2 3pi/2 എന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാ 5π/4. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ ഇതായിട്ട് കിട്ടിയിട്ടുള്ളത്. മാക്സിമം വാല്യൂ അതേപോലെ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ആൻസറായിട്ട് എഴുതാനുള്ളത് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഓൺ 0 മുതൽ π/4 വരെയും 5π/4 മുതൽ 2π വരെയും, ഡിക്രീസിങ് ഓൺ π/4 ടു 5π/4 എന്ന ഇൻ്റർവെല്ലിൽ. അപ്പോൾ ഈ ആൻസറായിട്ട് എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഓൺ 0, π/4 ആൻഡ് 5π/4 2π എന്നീ രണ്ട് ഇൻ്റർവെല്ലിലും ഇൻക്രീസിങ് ആണ്. ഇതുപോലെയുള്ള ധാരാളം ഇൻ്റർവെൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഡിക്രീസിങ് ഓൺ π/4 5π/4 എന്ന ഇൻ്റർവെൽ, ഇതുപോലെയുള്ള ഡിക്രീസിങ് ആയിട്ട് വരുന്ന ധാരാളം ഇൻ്റർവെല്ലും നമുക്ക് എഴുതാം. ഇവിടെ 0 മുതൽ 2π വരെ വരുന്നത് കൊണ്ട് ഈ 3 ഇൻ്റർവെല്ലിൻ്റെ കാര്യം മാത്രം പരിഗണിച്ചു എന്നതേ ഉള്ളൂ. ദെൻ നമുക്കിനി രണ്ടാമത്തെ വെർഷൻ നോക്കാം, AB. ഇവിടെ പ്രത്യേകത, ഈ നാലാമത്തെ ചോദ്യം എല്ലാറ്റിലും സെയിം ആണ് എന്നുള്ളത് കൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തേൽ എഡിറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തേലെ ബി പാർട്ടും കോമൺ ആണ്. അതുകൊണ്ട് അതും ഇവിടെ മറ്റു സമയങ്ങളിൽ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. ഇനി ഇതിൽ രണ്ടാമത്തെ വെർഷനിലെ ആദ്യ ചോദ്യം നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അതിനുവേണ്ടി പുതിയ ജിയോജിബ്ര വിൻഡോ എടുത്തതിന് ശേഷം ഗ്രാഫിക്സ് നാം പഴയ പോലെ ആക്കുന്നു. നമ്പേഴ്സിൻ്റെ മോഡലിൽ ഡിസ്റ്റൻസ് എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിനെ മാറ്റം വരുത്തുന്നു. എക്സ് ക്യൂബ് 3x². എൻ്റർ ചെയ്താൽ നമുക്ക് ഫംഗ്ഷൻ ലഭിച്ചു. കൺട്രോൾ എം അടിച്ചാൽ സ്റ്റാൻഡേർഡ് വി നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് ഇൻക്രീസിങ്, ഏത് ഭാഗത്താണ് ഡിക്രീസിങ് എന്നതാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് വേണമെങ്കിൽ കണ്ടെത്താവുന്നതാണ്. ഈ -1ൽ തന്നെയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ മൈന്യൂട്ട് വാല്യൂയിലാണോ കണ്ടെത്തുന്നത്, -1.01 അങ്ങനെ ഏതെങ്കിലും പോയിൻ്റ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിക്കുന്നത്. ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു,
-1 മുതൽ 1 വരെ -1 മുതൽ 1 വരെ ടെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻ്റർവെല്ലിലുള്ള ഏറ്റവും മാക്സിമം വാല്യൂ ആണ് നമ്മളിവിടെ നോക്കുന്നത്. മാക്സിമം വാല്യൂ ഇതാ -1. ഇപ്പം -1 തന്നെയാണ്. ഇത് 2 തന്നെയാണോ, 2 എന്നുള്ള പോയിൻ്റ്, അതായത് 2, -5 തന്നെയാണോ എന്ന് പരിശോധിക്കുന്നു. അതിനുവേണ്ടി 0 മുതൽ 3 വരെ പരിശോധിച്ചാൽ മതി. 0 മുതൽ 3 വരെ, ദെൻ എൻ്റർ. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഏറ്റവും മിനിമം വാല്യൂ ആണ് നോക്കേണ്ടത്. മിനിമം വാല്യൂ ഇതാ 2, -5, 2, -5. അപ്പോൾ നാം കണ്ടെത്തിയത് ശരിയാണ്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് ഇവിടെ എഴുതാനുള്ളത് f of x is increasing. f of x is increasing on -∞ 0 കൂടാതെ 2 to ∞, decreasing on 0 2 എന്ന ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് f of x is increasing on -∞ 0 to ∞, decreasing on 0, 2. ഇപ്പോൾ ഇതിലെ ആദ്യ ഭാഗം കഴിഞ്ഞു. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് f of x equal to x² + 2x + 3, x² + 2x + 3 എന്ന് എൻ്റർ ചെയ്യുന്നു. x² വേണ്ടിയിട്ട് x² + 2x + 3 എൻ്റർ ചെയ്തു. തുടർന്ന് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സ്ലൈഡർ എ ആണ്, അവിടെ 0.01 എന്ന് കൊടുക്കാം. ദെൻ പറയുന്നത് a, f of a എന്ന പോയിൻ്റാണ്. a, f of a, a, f of സ്മോൾ ലെറ്റർ a. തുടർന്ന് ഒരു ടാൻജൻറ്റ് വരയ്ക്കാനുണ്ട്, സ്ലോപ്പ് വരയ്ക്കാനുണ്ട്. ടാൻജൻറ്റ് ടൂളിൽ നിന്ന് ഇതാ ടാൻജൻറ്റ് ടൂൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കാം. ടാൻജൻറ്റ് എ എന്ന പോയിൻറ്റിലൂടെയാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. തുടർന്ന് കർവിലും കൂടി ക്ലിക്ക് ചെയ്താൽ ടാൻജൻറ്റ് കിട്ടി. ഇനി സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് ടൂളിൽ കർവിൽ ടാൻജൻറ്റിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ മതിയായിരിക്കും. ഇനി ചെയ്യാനുള്ളത് ഏത് ഭാഗത്താണ് ടാൻജൻറ്റ് പോസിറ്റീവാണ്, ഏത് ഭാഗത്താണ് ടാൻജൻറ്റ് നെഗറ്റീവ് എന്നതാണ്. അതിനുവേണ്ടി സ്ലൈഡർ ഒന്ന് മാറ്റം വരുത്തുന്നു. ഇപ്പോൾ സ്ലോപ്പ് -8 ആണ്, ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. ഏത് ഭാഗത്താണ് അത് പോസിറ്റീവിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം. നെഗറ്റീവ് കുറഞ്ഞു വരികയാണ്. -2.74, അതായത് സ്ലോപ്പ് വർദ്ധിക്കുകയാണ്, വീണ്ടും പോസിറ്റീവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോപ്പ് എവിടെയാണ് 0 വരുന്നത് എന്നതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ഇതാ സ്ലോപ്പ് 0 വരുന്ന സമയം എയുടെ വാല്യൂ -1 ആണെന്ന് കാണാം. അതായത് -∞ മുതൽ -1 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. -1 മുതൽ വീണ്ടും സ്ലോപ്പ് പോസിറ്റീവായി. അതായത് ഈ കർവ് 2 ഇൻ്റർവെലായിട്ട് തിരിയുന്നു. ആ ഇൻ്റർവെലിൻ്റെ പ്രത്യേകത, അതായത് -∞ മുതൽ -1 വരെ സ്ലോപ്പ് നെഗറ്റീവാണ് എന്നും -1 to ∞ സ്ലോപ്പ് പോസിറ്റീവാണ് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഇവിടെ നാം ആൻസറായിട്ട് എഴുതേണ്ടത്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ഓൺ -∞ -1, സ്ലോപ്പ് ഈസ് പോസിറ്റീവ് ഓൺ -1 ∞. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം 3x³ -5x² -2x. എൻ്റർ ചെയ്യുന്നു. 3x³ എന്നുള്ളത് വേണ്ട രീതിയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ കർവ് എൻ്റർ ചെയ്തു. 3x³ -5x² -2x എന്ന കർവ്. ഇതിൽ ചോദ്യത്തിൽ പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഏത് ഭാഗത്താണ് ഇൻക്രീസിങ്, ഏത് ഭാഗത്താണ് ഡിക്രീസിങ് എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഡെറിവേറ്റീവ് കാണുന്നു. DER, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് f ആണ്. f എൻ്റർ ചെയ്യുന്നു. ദെൻ ഡെറിവേറ്റീവ്, ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഡെറിവേറ്റീവ്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ ഈ ഡെറിവേറ്റീവിൻ്റെ കർവ് എക്സ് ആക്സുമായി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നാം ഇവിടെ കണ്ടെത്തുന്നത്. ഇൻ്റർസെക്റ്റിംഗ് ടൂൾ ഉപയോഗിച്ച് കർവിലും എക്സ് ആക്സിസിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി. ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട്
നെയിം ആൻഡ് വാല്യൂ, അതുപോലെ തന്നെ എ എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് അതും ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ. അപ്പോൾ ബി എന്ന പോയിൻ്റ് നമുക്ക് കിട്ടി, എ എന്ന പോയിൻ്റ് നമുക്ക് കിട്ടി. അതായത് -∞ മുതൽ -0.17 വരെ ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് ആണ്. 1.28 മുതൽ ഇൻഫിനിറ്റി വരെ ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് ആണ്. -0.17 മുതൽ 1.28 വരെ വരുന്ന ഇൻ്റർവെല്ലിൽ ഡെറിവേറ്റീവ് ബിലോ എക്സ് ആക്സിസ് ആണ്. എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ബിലോ എക്സ് ആക്സിസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പം നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്, അതായത് -∞ -0.13 ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് എന്നതാണ്. നമുക്കിവിടെ -∞ -1.7 അതുപോലെ തന്നെ 1.28, ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. എന്നാൽ -0.17 മുതൽ 1.28 വരെ എഫ് ഡാഷ് എക്സ് ബിലോ എക്സ് ആക്സിസ് ആണ്, അതായത് എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നർത്ഥം. അതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. -∞ മുതൽ -1.7 വരെയും 1.28 മുതൽ ഇൻഫിനിറ്റി വരെയും ഇൻക്രീസിങ് ആണ്. -0.17 മുതൽ 1.28 വരെ ഡിക്രീസിങ് ആണ്. ഇനി നാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് കോമൺ ആണ്, അതുകൊണ്ട് അവിടെ ആവർത്തിക്കുന്നില്ല. നമുക്കിനി മൂന്നാമത്തെ വെർഷനിലേക്ക് നോക്കാം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്യാം. x³ മൂന്നാമത്തെ വെർഷനിലെ ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. Ctrl+C ഉപയോഗിച്ച് ഇതാ ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ -3x - 1. ഈ ഫംഗ്ഷനും അത് ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് ഏത് ഭാഗത്താണ് ഇൻക്രീസിങ് ഏത് ഭാഗത്താണ് ഡിക്രീസിങ് എന്ന് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നോക്കാനുള്ളത് -2 മുതൽ 0 വരെ നോക്കിയാൽ മതി. -2 മുതൽ 0 വരെ ടെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തുള്ള മാക്സിമം വാല്യൂ നമുക്കറിയാം, ഇതാ -1 ഈ പോയിൻ്റ് തന്നെയാണ്. ഇനി ഈ പോയിൻ്റ് -1, -3 ആണോ എന്ന് നോക്കാൻ വേണ്ടി 0 മുതൽ 2 വരെ പരിശോധിക്കുന്നു. 0 മുതൽ 2 വരെ പരിശോധിക്കുന്നു. 0 മുതൽ 2 വരെ വരുമ്പോൾ മിനിമം വാല്യൂ ആണ് നോക്കേണ്ടത്. -1, -3 നേരത്തെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് പറയാവുന്നത് -∞ മുതൽ -1 വരെ ഇൻക്രീസിങ്, 1 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്, -1 മുതൽ 1 വരെ ഡിക്രീസിങ്. ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. -∞ മുതൽ -2 വരെ ഇൻക്രീസിങ് എന്ന് ഇതേ രീതിയിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. -∞ മുതൽ -1 വരെയും 1 മുതൽ ഇൻഫിനിറ്റി വരെയും. ഇനി ഇതിൽ രണ്ടാമത്തെ ഭാഗം വരുന്നത് അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാണ്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. പുതിയ വിൻഡോ എടുക്കുന്നു. Ctrl+V x² എൻ്റർ ചെയ്തു. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. 0.01. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ എന്ന പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം. a, f of a. a, f of a. കൂടാതെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാനുണ്ട്. ടാൻജൻറ്റ് വരയ്ക്കാൻ എ എന്ന പോയിൻറ്റിലും കർവിലും ടച്ച് ചെയ്യുന്നു. സ്ലോപ്പ് കാണാൻ ടാൻജൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്ലോപ്പ് ഇനി ഏത് ഭാഗത്താണ് ഇൻക്രീസിങ് ഏത് ഭാഗത്താണ് സ്ലോപ്പ് നെഗറ്റീവ് എന്നാണ് നാം പരിശോധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചോദ്യം പറയുന്നത് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പോൾ സ്ലോപ്പ് നെഗറ്റീവാണ്. വീണ്ടും ഏത് സമയത്താണ് സ്ലോപ്പ് പോസിറ്റീവ് ആകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുന്നു. ഇപ്പോൾ സ്ലോപ്പ് -8.38 ആണ്.
എ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ലോപ്പും ഇതേപോലെ നെഗറ്റീവ് തന്നെയായി തുടരുകയാണ്. സ്ലോപ്പ് മാറാനുള്ള ചെറിയ ഒരു സാധ്യത കാണുന്നു. ഇതാ വീണ്ടും സ്ലോപ്പ് 0 ആവുന്ന സ്ഥലമാണ് നാം നോക്കേണ്ടത്. അതായത് എയുടെ വാല്യൂ 2 വരുമ്പോൾ 2 എന്ന പോയിന്റിലാണ് ഇത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നീങ്ങുന്നത്. ഇനി വീണ്ടും 2 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് വീണ്ടും പോസിറ്റീവാണെന്ന് കാണാം. അതായത് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ -2 വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. അതേപോലെ 2 മുതൽ ഇൻഫിനിറ്റി വരെ. ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. അതായത് ഏത് പോയിന്റിലാണ് കാണുന്നത് എന്നതാണ്. അതായത് -∞ മുതൽ, ഒരിക്കൽ കൂടി പറയാം, -∞ മുതൽ 2 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. 2 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. -∞ മുതൽ 2 വരെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. 2 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്നതുമാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. ഇനി അതിൽ രണ്ടാമത്തെ ഭാഗം. ഇതിലെ രണ്ടാമത്തെ ഭാഗം ആവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് അത് വീണ്ടും എഴുതുന്നില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, f of x equal to 4x³ minus 7x² minus 2x. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. കർവ് എൻ്റർ ചെയ്യുന്നു. Ctrl V. ദെൻ x² എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു കർവ് ലഭിച്ചു. ഈ കർവിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെറിവേറ്റീവ് കാണുന്നു. ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ്, ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ്. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ബാറിൽ DER ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഡെറിവേറ്റീവാണ് കിട്ടിയത്. ഈ ഗ്രീൻ കളറിലുള്ളതാണ് ഡെറിവേറ്റീവ്. ഈ ഡെറിവേറ്റീവ് ഏത് പോയിന്റിലാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡെറിവേറ്റീവ് ആൻഡ് എക്സ് ആക്സിസ്, ഇതാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ എയുടെയും ബിയുടെയും പോയിന്റുകൾ നമുക്ക് കിട്ടി. ഒന്നുകിൽ ഇവിടെ തന്നെ കണ്ടെത്താം, അല്ലെങ്കിൽ ഇവിടുന്ന് നോക്കിയാലും മതി. അതായത് -∞ മുതൽ -0.13 വരെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ കർവ് എബവ് എക്സ് ആക്സിസ് ആണ്. അതുപോലെ തന്നെ 1.3 മുതൽ ഇൻഫിനിറ്റി വരെയും ഡെറിവേറ്റീവിൻ്റെ ഭാഗം എബവ് എക്സ് ആക്സിസ് ആണ്. അതായത് f' ഗ്രേറ്റർ ദാൻ 0 ഓൺ ദ ഇൻ്റർവെൽ -∞ -0.13. കൂടാതെ അടുത്ത പോയിൻ്റ് 1.3, ഇൻഫിനിറ്റി. ഈ ഇൻ്റർവെല്ലിലും f' ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്നാൽ -0.13 മുതൽ 1.3 വരെയുള്ള ഈ ഭാഗങ്ങളിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്, f' നെഗറ്റീവാണ്. അതുകൊണ്ട് f of x ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത്. അതായത് ആൻസറായിട്ട് എഴുതേണ്ടത്, ഒരിക്കൽ കൂടി പറയാം, -∞, -0.13, 1.3, ഇൻഫിനിറ്റി. f' is above x axis, therefore f of x is increasing. അതുപോലെ -1.3, 1.3, f' is below x axis, therefore f of x is decreasing. ഇതാണ് അവിടെ ആൻസറായിട്ട് നമുക്ക് എഴുതാനുള്ളത്. ഇനി ഇതിൽ നാലാമത്തെ പാർട്ട് സെയിം ആണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ദെൻ നാലാമത്തെ വെർഷൻ AD. അതിലും അതെ, ഇതേ രീതിയിൽ നാം ഒരു ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു. f of x equal to x³ minus x³ minus 3x² minus 1 എൻ്റർ ചെയ്തു. നമുക്ക് ലഭിച്ച f of x. ഈ f of x നേരത്തെ അതേ രീതിയിൽ തന്നെ -∞ മുതൽ 0 വരെയും 2 മുതൽ ഇൻഫിനിറ്റി വരെയും ഇൻക്രീസിംഗ് ആണ്, 0 മുതൽ 2 വരെ ഡിക്രീസിംഗ് ആണ്. നമ്മളിവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് -∞ മുതൽ -1 വരെയും ഇതേ രീതിയിൽ നമുക്കതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. -∞ മുതൽ 0 വരെയും 0 മുതൽ
2 വരെയും ഫംഗ്ഷൻ -∞ മുതൽ 0 വരെയും 2 മുതൽ ഇൻഫിനിറ്റി വരെയും ഇൻക്രീസിംഗ് ആണ്, 0 മുതൽ 2 വരെ ഡിക്രീസിംഗ് ആണ് എന്നും ഈ സമയത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ പാർട്ട്, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഡിലീറ്റ്, Ctrl+V, Ctrl+C. ഫംഗ്ഷൻ എൻ്റർ ചെയ്തു. ഇതിലിനി ചെയ്യാനുള്ളത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സ്ലൈഡർ .01 കൂടാതെ a = a, f(a) എന്ന് എൻ്റർ ചെയ്യുന്നു. ഇനി a എന്ന പോയിന്റിൽ നാം ചെയ്യുന്നത് ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ടാൻജൻറ്റ് വരയ്ക്കാൻ a എന്ന പോയിന്റിൽ കർവിനാണ് ടാൻജൻറ്റ്. ദെൻ സ്ലോപ്പ്, ലൈനിൻ്റെ സ്ലോപ്പ് കാണുന്നു. ഇനി ഏത് ഭാഗത്താണ് സ്ലോപ്പ് നെഗറ്റീവ്, ഏത് ഭാഗത്താണ് സ്ലോപ്പ് പോസിറ്റീവ്? ഇപ്പോഴെല്ലാം സ്ലോപ്പ് നെഗറ്റീവാണ്, ഇപ്പോഴും സ്ലോപ്പ് നെഗറ്റീവായി തുടരുന്നു. സ്ലോപ്പ് ഏത് ഭാഗത്താണ് 0 എത്തുന്നത്? ഈ പോയിൻ്റാണ് നാം ഈ ഭാഗത്ത് പരിശോധിക്കുന്നത്. ഇപ്പോൾ അത് 0യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോപ്പ് m ഇപ്പോഴും സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് a = 1, അതായത് 1 എന്ന പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, -∞ മുതൽ 1 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്, 1 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് എവിടെയെല്ലാമാണോ പോസിറ്റീവ് ആ ഭാഗങ്ങളിൽ ഇൻക്രീസിംഗ് ആണ്, നെഗറ്റീവ് ആകുന്ന ഭാഗത്ത് ഡിക്രീസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് -∞ മുതൽ 1 വരെ സ്ലോപ്പ് നെഗറ്റീവാണ്, 1 മുതൽ ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. ഇതാണ് ഇതിലെ ആദ്യ പാർട്ടിൽ എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് എഴുതി കഴിഞ്ഞത്. രണ്ടാമത്തെ പാർട്ട് കോമൺ ആണ്, ആവർത്തിക്കുന്നില്ല. ഇനിയൊരു ചോദ്യം കൂടിയാണുള്ളത്, ഡെറിവേറ്റീവ് മുഖേന കാണാനുള്ളത്. f(x) = x³ 5x³ - 7x² - 3x. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5x³ then 7x², പഴയ കർവ് നമുക്ക് ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് അതിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ്, ഡെറിവേറ്റീവ് നെഗറ്റീവ്? അപ്പോൾ DER, ഇവിടെ ഫംഗ്ഷൻ്റെ പേര് h ആണ്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. വേണമെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ കർവ്. ഈ ഡെറിവേറ്റീവിൻ്റെ കർവും ആയിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്, ഇതാണ് നാം ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് A, B 2 പോയിൻ്റുകൾ കിട്ടി. അതായത് -∞ മുതൽ -1.8 വരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അതുപോലെ 1.1 മുതൽ ഇൻഫിനിറ്റി വരെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എബവ് എക്സ് ആക്സിസ് ആണ്. എന്നാൽ -0.18 മുതൽ 1.1 വരെയുള്ള ഇൻ്റർവെല്ലിൽ f'(x) നെഗറ്റീവാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ് എന്ന് നമുക്ക് കണ്ടെത്താം. ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് f(x) ഈസ് ഇൻക്രീസിംഗ് ഓൺ -∞, -0.18 ആൻഡ് 1.11, infinity, function increasing. Decreasing on -0.18, 1.11, ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ലാബ് തിയറി പഠനത്തിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ലാബ് കൂടിയാണ് ഇത് എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.